എസ് കെ വ്ളോഗ്സിന് സ്വാഗതം. ഇത് ഞങ്ങളൊരു കൊഴുവ കൊണ്ടൊരു വീഡിയോ പറ്റിക്കാനാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ അത് അമ്മച്ചി അടുക്കളയായിട്ട് പോകാൻ വേണം, എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നേരത്തെ തന്നെ കൊഴുവ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അത് നമുക്കിനി ഒന്നുകൂടെ നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് വേണം അത് റെഡിയാക്കാൻ. നമ്മളിത് ആ കൊഴുവ ഒന്നുകൂടെ കഴുകി വിനയത്തിനൊക്കെ എടുക്കണം. ഒന്നുകൂടെ കഴുകിയതാണ്, വെട്ടിക്കഴുകി തേച്ചൊക്കെ വെച്ചിരുന്നതാണ്. ഇതൊന്നുകൂടെ കഴുകി നമുക്കിത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് വേണം പിഴിഞ്ഞെടുത്ത് നമുക്ക് കറി റെഡിയാക്കാം. നമ്മൾ കൊഴുവ പീര പറ്റിക്കാൻ പോകുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നത്. അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. പുളി, കൊഴുവായും കൊച്ചുള്ളി ഇതൊക്കെ നമ്മൾ പറ്റിച്ചതിൻ്റെ ശേഷമാണ് പീര ഒതുക്കി ഇതിലേക്ക് ചേർക്കുന്നത്. അത് പറ്റിക്കാനുള്ള ഇതാണ് ഈ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ പുളിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ടാണ് നമ്മൾ പറ്റിക്കുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ കല്ലിൽ ഒതുക്കേണ്ട സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, 5-6 ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി, പച്ചമുളക്, കുരുമുളക്, വേപ്പില ഇതെല്ലാം കല്ലിൽ ചായ്ക്കും. അതിൻ്റെ ശേഷം കടുക് വറുത്ത്, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ് ഇതൊക്കെ ചേർത്താണ് നമ്മൾ ഈ പീര പറ്റിക്കുന്നത്. എണ്ണ ഒഴിക്കാം, കടുകിടാം, കടുകിട്ടതിൻ്റെ ശേഷം വേപ്പില ഇടും, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, നമുക്കിത് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഴുവ ഇതിലേക്ക് വെക്കുകയാണ്. ഇതിൻ്റെ ശേഷം നമുക്ക് ഇച്ചിരി പുളിയും വെള്ളം ഒഴിച്ചിത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേവില്ലാത്തതാണ്. നമുക്കിത് ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ പുളി കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് ആ പുളിയും വെള്ളവും കൂടെ ഒഴിച്ച് ലേശം ഉപ്പ് ഇട്ട് ഇത് മൂടി വെക്കണം. ഇതിലിരുന്ന് ഇതെല്ലാം കൂടെ പിടിച്ച് വേകട്ടെ. ചെറിയ ചൂട് മതി, എന്താണെന്ന് വെച്ചാൽ വെന്ത് പോകും. അല്ലെങ്കിൽ നമുക്കിത് ഇതൊന്ന് ഇളക്കി ഇതിവിടെ മൂടി വെക്കാം. കല്ല് ചായച്ച് വരുമ്പോൾ തന്നെ ഇത് നമുക്ക് ഇത് പീര ഒതുക്കുന്നത് ഇതിലേക്കിട്ട് ഇങ്ങോട്ട് ഇറക്കാം. കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, മുളക് ഇതെല്ലാം ചായക്കണം. മിക്സിയിലല്ല, നമുക്ക് കല്ലിൽ ചായക്കാം. വേപ്പില ഇതിൻ്റെ കൂട്ടത്തിൽ അതെല്ലാം കൂടിയാണ് നമ്മൾ ചായക്കുന്നത്. ബാക്കി പീര കൂടെ വെക്കാം.
നമ്മളിത് അടുപ്പത്ത് വെച്ചിരിക്കണത് നന്നായിട്ട് വെള്ളം പറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്കതിൽ ഇനി ഒതുക്കിയ സാധനങ്ങളിടാം. അതെ, അരച്ചെടുത്താണ്. കല്ലേൽ ഒതുക്കിയത്, പീരിയൻ സാധനങ്ങളെല്ലാം കൂടെ കല്ലേൽ ഒതുക്കിയത് ഇതിലേക്ക് ചേർക്കാം. ഒരുപാട് വെന്ത് പോകരുത്. ഇതേ കൊഴുവ വീര വറ്റിക്കണതാണ്. ചെറിയ സ്പൂണ് മാത്രമേ ഇതിട്ട് ഇളക്കാവുള്ളൂ. തവിയൊന്നും ഇടരുത്. വളരെ എളുപ്പം ചെയ്യാവുന്ന സാധനമാണ്. ഇനി ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും ഒഴിച്ച് നമുക്ക് പാത്രത്തിലോട്ട് എടുക്കാം. ഇച്ചിരി ഉപ്പ് പോരാതെ വരും. നമ്മൾ ഇച്ചിരി ഉപ്പും വെള്ളവും ഒഴിച്ചിട്ടുള്ളൂ. ഇച്ചിരി കൂടെ പുളിയിടകത്ത് നമ്മൾ ആ പുളിയും ഉപ്പും കൂടെ ചേർത്താണ് നമ്മളിത് ചെയ്തത്. ശേഷം ഉപ്പ് കൂടെ വേണം. ഇത്തിരി ഉപ്പ് കൂടെ പോരാടി ഉണ്ടായിരുന്നു. തീയിച്ചിരി കുറച്ച് വേണം ചെയ്യാൻ. തീയിച്ചിരി കുറച്ച് ചെയ്യണം. വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും വേപ്പിലയും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വേപ്പില ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഗ്യാസ് ഓഫാക്കട്ടെ. കൊഴുവ വീര വറ്റിച്ചാൽ നമുക്കിത് പാത്രത്തിലേക്ക് എടുക്കാം. ഞങ്ങൾ ഇന്ന് കൊഴുവ കൊണ്ടൊരു വീര വറ്റിക്കലാണ് ചെയ്തത്. ചെയ്ത വിധം എല്ലാവരും കണ്ടല്ലോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.